ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബൺ പൊറോട്ടയുടെ. പലർക്കും അറിയുന്നുണ്ടാവും, ഇതൊരു മധുര സ്പെഷ്യൽ പൊറോട്ട റെസിപ്പിയാണ്. ഈ ഒരു പൊറോട്ട എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ പൊറോട്ടയുടെ രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അത്ര തന്നെ ഒരു ബുദ്ധിമുട്ടില്ല അത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ട തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പൊറോട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആദ്യം ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയൊന്നും ഇതിനായിട്ട് നമ്മൾ എടുക്കരുത്. ഒന്നിക്ക് നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഒരു 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ ചൂടുള്ള പാലൊന്നും അല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആദ്യം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ പൊറോട്ടയുടെ മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടുള്ള രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ മാവ് ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പാല് മതിയാവില്ല നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഒന്നിക്കും നമുക്ക് പാല് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് നോക്കിയിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഏകദേശം ഇതുപോലെ ഒട്ടുന്ന രീതിയിലുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മാവിൻ്റെ ഒട്ടലൊക്കെ മാറിയിട്ട് ഇത് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയമെടുക്കും ആ ഒട്ടലൊക്കെ മാറിയിട്ട് മാവ് ഇതുപോലെ സോഫ്റ്റായി കിട്ടാൻ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിക്ക് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇടയ്ക്ക് കയ്യിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒക്കെ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാവ് കുഴച്ചെടുക്കുന്ന രീതിയാണ്. മാവ് നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ച് കുഴച്ചെടുക്കുക. ഇനി ഈ മാവ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ പാത്രത്തിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മാവ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ മാവിൻ്റെ സോഫ്റ്റ്നെസ്. കണ്ടില്ലേ, കുഴിഞ്ഞു പോകണ കണ്ടില്ലേ? ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം മാവ്. ഇനി ഇതിൻ്റെ മേൽഭാഗത്തും ഇതുപോലെ എണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നിക്ക് അതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി. ഇതിനി നമ്മൾ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചുരുങ്ങിയ സമയമാണ് 2 മണിക്കൂർ. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ സമയം വെക്കുക. ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാച്ചാൽ ഞാനത്തൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മാവാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം വിള്ളലുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം അടിഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു മീഡിയം സൈസിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വലുപ്പമൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന മാവും ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് നമ്മളിവിടെ ഒരു 7 ബൺ പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതും നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബൺ പൊറോട്ട നമ്മൾ വീശി അടിച്ചിട്ടും അതുപോലെ വീശി അടിക്കാതെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ വീശി അടിക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്.
അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കൗണ്ടർ ടോപ്പിൽ പൊറോട്ട നമ്മൾ പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഈ മാവിൽ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ടും പിന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ടും കൈ വെച്ചിട്ട് നമുക്കത് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. അതിന് ശേഷം ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് നമ്മളിത് പരത്തിയെടുക്കാം. അപ്പോൾ അത് എത്രത്തോളം കനം കുറച്ചിട്ട് നമുക്ക് പരത്താൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് പരത്തുക. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല കനം കുറഞ്ഞ രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. കട്ടി കൂടി കഴിഞ്ഞാൽ പിന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുത്താലും അതിന് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റും അത്രയും നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇതിങ്ങനെ പരത്തി കഴിഞ്ഞാൽ മാവിൻ്റെ അടിഭാഗം നമുക്കിതുപോലെ കാണാൻ പറ്റണം. ആ രീതിയിൽ വേണം അത് പരത്തിയെടുക്കാൻ. പിന്നെ അത് പരത്തി കഴിഞ്ഞാലും ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയാക്കി കൊടുക്കുക. ഇത് പൊറോട്ട ആയതുകൊണ്ട് അത്യാവശ്യം എണ്ണ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. ഇനി ഇത് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മാവിൻ്റെ രണ്ടറ്റത്തു നിന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടി കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ ഒരറ്റത്തു നിന്ന് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം മാവിൻ്റെ അറ്റത്ത് വരുന്ന ഭാഗം ചുരുട്ടിയെടുത്ത ഭാഗത്തിൻ്റെ അടിയിലാക്കി വെച്ച് കൊടുക്കുക. ഇനി ആ ലെയറുകളൊന്നും പരസ്പരം ഒട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ബണ്ണിൻ്റെ സൈസിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ബൺ പൊറോട്ട എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി വരുന്ന മാവും ഓരോന്നായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഈ പൊറോട്ട ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായി വന്നാൽ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 3-4 എണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. ഫ്ലെയിം ഒരിക്കലും ഒരുപാട് കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കരുത്. അപ്പോൾ പൊറോട്ട ഹാർഡായി പോവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. നമ്മുടെ സാധാരണ പൊറോട്ടയേക്കാളും കുറച്ചും കൂടി കൂടുതൽ സമയം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേവുള്ളൂ. ഇനി ഇത് ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഈ ഒരു പൊറോട്ടയ്ക്ക് നമ്മുടെ പൊറോട്ടയേക്കാളും ടെക്സ്ചറിൽ ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ കഴിക്കാൻ നമ്മുടെ പൊറോട്ട പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട തന്നെയാണ്. ഇനി ഇത് രണ്ട് സൈഡും കുക്കായി വന്നാൽ എണ്ണയിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പൊറോട്ടയും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക. ഇനി ഈ ചുട്ടെടുത്ത പൊറോട്ട നമുക്ക് അതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ അടിപൊളി ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്ന എല്ലാ നോൺ വെജ് കറീസും വെജ് കറീസും ഈ ഒരു പൊറോട്ടയുടെ കൂടിയും കഴിക്കാം. ഞാനിവിടെ വേറെയും കുറച്ച് ബൺ പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്